പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുന്നു. അപ്രതീക്ഷിതമായിട്ട് ഒരു പാർട്ടി രൂപീകരിക്കുന്നു. അതിന് തൊട്ട് പിന്നാലെ ഏതാണ്ട് ഡൽഹിയിലെ സീറ്റ് എത്ര 35 സീറ്റോ അതിൽ ഏതാണ്ട് 30-ലേറെ നേടി. ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ഒരു സീറ്റ് 2 സീറ്റോ കോൺഗ്രസിന് കിട്ടി. BJPക്ക് ഒന്നും കിട്ടിയില്ല. അങ്ങനെയാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുന്നത്. എന്തൊരു വരവായിരുന്നു അത്. എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയായിരുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി, കാരണം ഒരു പുതിയൊരു പാർട്ടി ഒന്ന് അഴിമതിക്കെതിരെ ചൂലെടുത്തുകൊണ്ടാണ് വന്നത്. ചൂലെടുത്ത് ഈ നാട്ടിലെ ഈ വൃത്തികളുള്ള അടിച്ചു മാറ്റാനും വന്നു എന്നൊക്കെ പറഞ്ഞ് അവസാനം അത് ഇവിടെ പോയി നിന്നു. ആ ടീമിനകത്ത് വലിയ ടീമായിരുന്നു. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, IT വലിയ അഭിഭാഷകന്മാർ, IRSകാർ, അങ്ങനെയാണ്. അപ്പോൾ അതിന് സമാനമായ ഒരു വിജയമാണ് TVK ഉണ്ടാക്കി തമിഴ്നാട്ടിൽ. വിജയുടെ പാർട്ടി. അപ്പം നമ്മൾ അത്ഭുതപ്പെട്ടു. ഒരു മുൻ മന്ത്രിയെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ തോൽപ്പിച്ചിരിക്കുകയാണ് വൻ ഭൂരിപക്ഷം. ഒരു മുൻ മന്ത്രിയായിട്ടുള്ള AIADMK നേതാവിനെതിരെ TVK സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവർ. ആ ഓട്ടോ ഡ്രൈവർ അയാളെ വൻ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചിരിക്കുന്നു. അതുപോലെ ബിരുദധാരികൾ, ബിരുദാനന്തര ബിരുദധാരികൾ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, IT പ്രൊഫഷണലുകൾ ഇതുപോലെ തന്നെ. അതുപോലെ സോഷ്യൽ മീഡിയയിൽ നന്നായി ഇൻഫ്ലുവൻസ്, നേരെ ചൊവ്വേ വൃത്തി കാണിച്ചിട്ടല്ല, നല്ല കാര്യങ്ങൾ ചെയ്ത് സ്വാധീനമുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് സ്ഥാനാർത്ഥിയായി കേട്ടു. അവരും ജയിച്ചു. ഈ ഇവിടെ ഇപ്പോൾ അഖിൽമാരാരുണ്ടായിരുന്നല്ലോ. അഖിൽമാരാർ ഏറ്റവും കുറഞ്ഞ വോട്ടാണ് തൃപ്പൂണിത്തറ പോലൊരു സ്ഥലത്ത് പിടിച്ചത്. തൃക്കാക്കരയിൽ പിടിച്ചത് ഏറ്റവും കുറച്ച് വോട്ടാണ് അയാൾക്ക് ലഭിച്ചത്. പക്ഷേ വിജയുടെ ആ ഒരു സെലക്ഷൻ എനിക്ക് തോന്നുന്നു കേവല ഭൂരിപക്ഷം എന്നൊരു മാന്ത്രിക സംഖ്യയിലേക്ക് അവരെത്താതെ പോയത് എന്തുകൊണ്ടാവും എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നത് ഈ തമിഴ്നാട്ടിലെ കാര്യം നമുക്കറിയാമല്ലോ, ഈ കാശിൻ്റെ ഒരു പ്രവാഹം ഉണ്ടല്ലോ. DMK സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ അവർ കാശിറക്കും. പൈസ ഇറക്കും. ഒരുപക്ഷെ വിജയിൻ്റെ പാർട്ടി അവർ തുടക്കക്കാരെന്നുള്ള നിലയിൽ അവർക്ക് ഇതിൻ്റെ തന്ത്രങ്ങൾ, ഈ എങ്ങനെ കാശ് കൊടുക്കുന്ന ആളുടെ അത്തരം രീതിയിലേക്ക് അവർ പൊയ്ക്കാണില്ല. അവർ ആം ആദ്മി ലൈൻ സ്വീകരിച്ചാണ്. അവർ കാശ് അധികം ഇറക്കിയിട്ടില്ല. അതെ, വിജയുടെ പാർട്ടി വലിയ തോതിൽ കാശിറക്കി പ്രചരണം നടത്തിയിട്ടില്ല എന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രചരണം മാത്രമല്ല, ബാക്കി ആളുകൾക്ക് പൈസ കൊടുക്കുന്നതൊക്കെ തന്നെ തമിഴ്നാട്ടിൽ ഇതൊക്കെ വ്യാപകമായ രീതിയിൽ നടക്കുന്നതാണ്. ആര് ഭരിച്ചാലും ഇതൊക്കെ തന്നെ സംഭവിക്കുക. പക്ഷേ ഈ വിജയെ ഒഴിവാക്കാൻ വേണ്ടി AIADMK DMK സഖ്യം ഉണ്ടാക്കാൻ പോകുന്നു എന്നൊരു വാർത്ത ഇന്നലെ വന്നു. വലിയ സംഭവമാണ്. അങ്ങനെ അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അവർക്ക് പറയാനുള്ള ന്യായം ഉണ്ടല്ലോ. ഈ AIADMK എന്ന് പറയുന്നത് പഴയ DMK എന്ന് പിരിഞ്ഞവരാണല്ലോ. അത് MGR വേറെ പാർട്ടി ഉണ്ടാക്കി AIADMK ഞങ്ങൾ കുടുംബത്തിലേക്ക് തിരിച്ചെത്തി. കാരണം വാപ്പസയാണെന്ന് പറഞ്ഞാലേ ഞങ്ങൾ തിരിച്ചെന്ന് പറഞ്ഞാൽ പോലെ. അതപ്പോൾ പറയുമ്പോൾ നമ്മൾ ഓർക്കണം ഇതിൻ്റെ പാരമ്പര്യവും ഇതിൻ്റെ പേരിൽ, അതായത് ഈ DMK കരുണാനിധിയെ കാലാവാരിയെ പൊക്കിക്കൊണ്ടുപോയതും ഓർക്കുന്നില്ലേ? അതെ. സൺ TVയുടെ സ്റ്റുഡിയോ റെയ്ഡ് ചെയ്തതും മൊത്തം ജയലളിതയുടെ കാലത്ത്. അതെ. അതിന് പകരം ജയലളിതയ്ക്കെതിരെ വസ്ത്രാക്ഷേപം നടത്താൻ ശ്രമിച്ചു നിയമസഭയ്ക്കകത്ത് ജയലളിത. അതെ. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബദ്ധശത്രുക്കളായിട്ട്, വർഗശത്രുക്കളായിട്ട് നിലകൊണ്ട രണ്ട് പാർട്ടികൾ പെട്ടെന്നൊരു ദിവസം, തെരഞ്ഞെടുപ്പിൽ പോലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപം ഉന്നയിച്ച് നിന്ന ആൾക്കാർ പെട്ടെന്നൊരു ദിവസം ഒരു സഖ്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. തമിഴ്നാട് രാഷ്ട്രീയം എപ്പോഴും വളരെ വിചിത്രമായൊരു കാര്യമാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ MGR മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം എല്ലാം തീരുമാനിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ VR നെടുഞ്ചെഴിയനെ പോലത്തെ ആദ്യം മിടുക്കന്മാരും മന്ത്രിമാരുണ്ടായിരുന്നു. അവർ നേരത്തെ മന്ത്രിമാരായിരുന്നവരാണ്. കരുണാനിധിയുടെ കൂടെയൊക്കെ തന്നെ. കരുണാനിധി വളരെ ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരൻ തന്നെയായിരുന്നു. MGR എന്നുള്ള നടൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ കരുണാനിധിയുടെ പങ്ക് വളരെ വലുതാണ്. കാരണം സ്ക്രിപ്റ്റ് MGRൻ്റെ ഏറ്റവും പ്രസിദ്ധമായ അന്നത്തെ കാലത്ത് ജനങ്ങൾക്കിടയിലേക്ക് അദ്ദേഹത്തിന് ഒരു 7 തോഴൻ എന്നുള്ള നിലയിലേക്ക് എത്തിയതും ആ ഡയലോഗുകളെല്ലാം എഴുതി കൊടുത്തത് കരുണാനിധിയാണ്. അപ്പോൾ അതേപോലെ പ്രായോഗിക ബുദ്ധിയുള്ള ആളെയുണ്ട്. അദ്ദേഹം ദ്രാവിഡ പ്രസ്ഥാനത്തിൽ അണ്ണാദുരയും അല്ലെങ്കിൽ പെരിയോറൊക്കെ ഉള്ള സമയത്ത് തന്നെ കരുണാനിധി ഒരു ബുദ്ധിയാണ് ആ കൂട്ടത്തിൽ, അവരുടെ കൂട്ടത്തിൽ. അപ്പം എന്നും അണ്ണാദുരൈ പറയുമായിരുന്നു എന്നാണ്, ഈ കരുണാനിധിയുടെ പേനയും MGRൻ്റെ മുഖവും മതി എനിക്ക് ഈ പാർട്ടി നടത്തി ഭംഗിയായിട്ട് വിജയിച്ച് കൊണ്ടുപോകാമെന്ന് പറയുമായിരുന്നു. അങ്ങനെയാണ് ഈ കോൺഗ്രസ് ഭരണം അവിടെ സാക്ഷാൽ കാമരാജ് തോറ്റു. ഇത്രയും പ്രഗത്ഭനായിരുന്നു. എന്നിട്ടാണ് അണ്ണാദുരൈ മുഖ്യമന്ത്രിയായി അവിടെ വരുന്നത്. അപ്പോൾ ഒരു വലിയ മാത്രം പരമാവധി ദ്രാവിഡ വികാരം അവർ ഇളക്കി വിട്ടിരുന്നു. പക്ഷേ ഈ ദ്രാവിഡ വികാരം എന്ന് പറയുന്നത് ദ്രാവിഡന്മാർക്ക് വേണ്ടി തുടങ്ങിയ പ്രസ്ഥാനം അവസാനം ബ്രാഹ്മണ സ്ത്രീയായ ജയലളിത നയിക്കുന്ന അവസ്ഥയിൽ വരെ എത്തി. അതുപോലെ ഇദ്ദേഹം നായരല്ലായിരുന്നു, MGR നായരോ മേനോ. പക്ഷെ അത് പല അവിടെ തമിഴർക്ക് പോലും ഇദ്ദേഹം മലയാളിയാണെന്നുള്ള അറിഞ്ഞുകൂടായിരുന്നു എന്നാണ്. അല്ല, അദ്ദേഹം ഇല്ല കോവൈ വെങ്കടേശൻ, നാടോടിക്കാറ്റ് സിനിമയിലെ കോവൈ വെങ്കടേശനെ പോലെ അവിടെ ചെന്ന് പുള്ളി ഒരു തൊപ്പിയും വെച്ചു, ഒരു കറുത്ത ഗ്ലാസും വെച്ചു. അദ്ദേഹം മലയാളിയോടുകൂടി അദ്ദേഹം തമിഴ്നാട്ടുകാരനായി. പ്രേം നസീറിനെ പോലുള്ള അടുത്ത സുഹൃത്തുക്കളെ മലയാളികളാണ്. മലയാളിയല്ലേ, മരത്തൂർ ഗോപാല മേനോൻ രാമേന്ദ്രൻ, അതാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ ഒരു മലയാളി സമ്മതിക്കണം കേട്ടതാ.
നമ്മൾ തമിഴ്നാട് രാഷ്ട്രീയം പരിശോധിക്കുമ്പോഴേ ആ നാട്ടുകാരല്ലാത്തവരും മുഖ്യമന്ത്രി ആരെല്ലാം ഉണ്ട്. MJR, അതിൻ്റെ ഭാര്യ VN ജാനകി, ജയലളിത കന്നഡകാരിയാണ്. കേരളത്തിൽ ഏതെങ്കിലും വേറെ നാട്ടുകാരെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്? ഇല്ല. അപ്പോൾ അതവരെ വീരാരാധനയുടെ ഭാഗമായിട്ടാണ്. പക്ഷെ അത് വിജയിന് എന്തുകൊണ്ട് അത് അദ്ദേഹത്തിന് അത്ര ഫലപ്രദ രീതിയിൽ എടുക്കാൻ പറ്റിയില്ലെന്ന് ചോദിച്ചാൽ തുടക്കക്കാരായതിന്റെ പ്രശ്നമായിരിക്കാം. MJR രാഷ്ട്രീയക്കാരൻ തന്നെ ആയിരുന്നല്ലോ നേരത്തെ. അവിടെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ഇയാളും മഹാരാഷ്ട്രക്കാരനല്ലേ, രജനീകാന്ത്. അതുപോലെ കമലഹാസനും മലയാളത്തിൽ പേരുകളില്ലേ? ഇല്ല, അദ്ദേഹം തമിഴ് സംസാരിക്കും, നന്നായിട്ട് മലയാളം സംസാരിക്കാതെ. അങ്ങേർക്ക് 8-10 ഭാഷ അറിയാം, വൃത്തിയായിട്ട് സംസാരിക്കാൻ പുള്ളിയെ കൊണ്ട് പറ്റും. ഈ വിജയുടെ കാര്യത്തിൽ ഇപ്പം എന്തായാലും എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഒരു കണക്കൂട്ടിൽ ചെറിയൊരു പിഴ സംഭവിച്ചു. പുള്ളി 2 മണ്ഡലത്തിൽ പുള്ളി മത്സരിച്ചു. അതൊരു വലിയ പ്രശ്നമാണ്. കാരണം നാളെ അവിടെ ജയിക്കണം, ചിലപ്പോൾ ജയിക്കുമായിരിക്കും. ജയിച്ചപ്പോൾ ഫലത്തിൽ 108 സീറ്റ് ഉണ്ടെങ്കിലും 107 സീറ്റേ കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഗവർണർ തീരുമാനമാണ്. ഗവർണർക്ക് വേണമെങ്കിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിക്കാതെ ഇരിക്കാം. വലിയ ഓപ്പറേഷൻ ഇതിനകത്ത് BJP നടത്തി കേന്ദ്ര സർക്കാർ. അതായത് ഇങ്ങനെ മാറ്റിയില്ല, നമ്മുടെ മലയാളിയായിട്ട് ആനന്ദ ബോസിനെ ബംഗാളിൽ നിന്ന് മാറ്റിയില്ല. തമിഴ്നാട് രവി ആയിരുന്നല്ലോ, രവി തമിഴ്നാട് ഗവർണറായിരുന്നു. അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് വിട്ടിട്ട് ഇപ്പൊ അധിക ചുമതല ആർലേക്കർക്ക് കൊടുത്തു. കേരള ഗവർണർ അവസ്ഥ ഇവിടെ മന്ത്രിസഭ രൂപീകരിക്കണം. അപ്പൊ അദ്ദേഹം ഇന്നലെ അവിടെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന സമയത്ത് അദ്ദേഹത്തിന് നിർദ്ദേശമുണ്ട്, പറഞ്ഞേക്കാൻ പറഞ്ഞു ഇങ്ങനെ. പക്ഷെ അത് ഒരു അസ്വാഭാവിക നടപടിക്രമമായിട്ട് തോന്നി. പക്ഷെ നിയമം ഉണ്ടായിരിക്കും. അല്ല, ഗവർണർ പ്രൊറഗേറ്റീവ് തന്നെയാണത്. ഗവർണർക്ക് 2 രീതിയിലും ചെയ്യാം. വേണമെങ്കിൽ അദ്ദേഹം മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിക്കാം. പക്ഷേ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലിസ്റ്റ് ചോദിക്കാം. മുഴുവൻ ലിസ്റ്റ് ചോദിക്കാം. മുഴുവൻ നിങ്ങളെ പിന്തുണയ്ക്കുന്നവരുടെ പട്ടി കൊണ്ടുവരാൻ പറയാം. ഇത് നിയമസഭയിൽ ഭൂരിപക്ഷം നമുക്കറിയാമല്ലോ. നമ്മൾ AB വാജ്പേയി എത്ര തവണയാണ് ആദ്യം അധികാരത്തിൽ? അതാണ് 13 ദിവസമാണ് ഇരുന്നത്. അദ്ദേഹത്തിന് ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിച്ചു. പക്ഷേ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ അദ്ദേഹത്തെ അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിച്ചു. അത് ഒരു കീഴ്വഴക്കമാണ്. അതിനകത്ത് ഈ ഗവർണർ കയറി ഇടപെട്ട കാര്യം ഇല്ലായിരുന്നു സത്യത്തിൽ, അല്ലേ? എനിക്ക് തോന്നുന്നു ഇടപെടൽ ഉണ്ടായി കാണില്ല. അത് BJPയുടെ ഇടപെടൽ തന്നെ. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, BJPയുടെ ഘടകകക്ഷിയാണ് ADMK. അവർ DMK BJPയും കൂടെ ഭയങ്കര ഉടക്കായിരുന്നു. അതെ, അവിടെ നിന്നാണ് ഇപ്പൊ ഈ രസകരമായ കാര്യം. പണ്ട് വാജ്പേയി മന്ത്രിസഭയിൽ DMK മന്ത്രിമാരുണ്ടായിരുന്നു, ഒരുമിച്ചായിരുന്നു. അത് അന്ന് അദ്ദേഹം ഉണ്ടല്ലോ, നമ്മുടെ മുരശലിമാരൻ, അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നേ, കർണാടക മരുമകൻ. ഇപ്പൊ ഈ DMK BJPക്ക് 1 സീറ്റേ അവിടെ കിട്ടിയുള്ളൂ. തമിഴ്നാട്ടിൽ 1 സീറ്റാണ് BJP കിട്ടിയത്. അതിപ്പോ കേരളമാണ് 3 സീറ്റ് കിട്ടി. അപ്പൊ എന്തായാലും ഈ വിജയുടെ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, വിജയുടെ പാർട്ടിയിൽ വിജയിച്ചിട്ടുള്ള നിയുക്ത MLA-മാർ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നുള്ളവരെ കൊണ്ടുവന്നു. ചില സ്ഥലങ്ങളിൽ നിസ്സാര വോട്ടിനൊക്കെയാണ് തോറ്റിരിക്കുന്നത്. അതെ, അല്ല, നമ്മള് ഇന്നത്തെ കാലത്ത് സമൂഹങ്ങളുടെ പ്രധാനപ്പെട്ടവരെന്ന് മാത്രമല്ല, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാനും അവരൊരു നല്ല ബന്ധം പുലർത്താൻ കഴിയുന്ന ആളെ കണ്ടെത്തി അവരെ തന്നെ ജനപ്രതിനിധികളാക്കണം. ജനപ്രതിനിധി എന്നാണല്ലോ അവരെ വിളിക്കുന്നത്. ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടവനെന്നല്ല. പിണറായി വിജയനൊക്കെ സംഭവിച്ച പോലെ ജനങ്ങളെ കാണുമ്പോൾ ഓർഡറാന്ന് പറയുന്ന ആ ആളല്ല. ജനങ്ങൾക്ക് നമുക്ക് പാർലമെന്റിലോ അസംബ്ലിയിലോ പോയി ഇരിക്കാൻ പറ്റാത്ത ആണല്ലോ നമ്മളൊരു പ്രതിനിധി നമ്മളെ അങ്ങോട്ട് പറഞ്ഞേക്കുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ തമിഴ്നാട്ടിൽ എനിക്ക് ഇപ്പോഴും ഒരു സംശയം തോന്നുന്നുണ്ട്, ഈ DMK ADMK തമ്മിൽ ധാരണയാവുമോ എന്നുള്ളത്. കാരണം അവർ ഈ 2 കൂട്ടരും കാശുള്ളവരാണ്. അതെ, അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണമെങ്കിൽ ആളെ MLA വരെ വിലക്കെടുക്കാൻ പോലും സാധിക്കും ഒരു കൂട്ടത്തോടുകൂടി ADMK. പക്ഷേ അവിടെ BJPക്ക് സംഭവിച്ച ദുരന്തം ഈ പറഞ്ഞാൽ സീറ്റില്ലാതായിപ്പോയി എന്നുള്ളതാണ്. അതല്ലെങ്കിൽ DMK ചിലപ്പോൾ BJPയുടെ സഹായം തേടിയാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് അധികാരം മാത്രമേ ഉള്ളൂ. കൂടാതെ കോൺഗ്രസ് ആണല്ലോ DMKക്ക് ഒപ്പം നിന്നത്. അപ്പോൾ ഈ വിജയനെ പിന്തുണയ്ക്കാൻ പോകുന്നതിനെതിരെ അവർ രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം കോൺഗ്രസ് ആലോചിക്കുമ്പോൾ ശരിയാണ്, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പം P. ചിദംബരത്തിൻ്റെ മകൻ ജയിച്ചത്, അല്ലെങ്കിൽ ചിദംബരം രാജ്യസഭയിൽ ജയിച്ചതൊക്കെ കോൺഗ്രസ് DMK വോട്ട് കൊണ്ടാണല്ലോ. അതാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം അവിടെ വരുന്നുണ്ട്. പക്ഷേ തമിഴ്നാട് രാഷ്ട്രീയം എപ്പോഴും വളരെ ഇന്ത്യയിലെ നമുക്ക് വേറെ ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല, അതിവിചിത്രമായ ഒരു രസക്കൂട്ടുകളുള്ളൊരു സംഗതിയാണ്. അതിന് വലിയ മാറ്റം സംഭവിച്ചിട്ടില്ല ഇപ്പോഴും. എന്തായാലും വിജയ് തന്നെ മന്ത്രിസഭ രൂപീകരിക്കുമെന്ന് നമുക്ക് കരുതാം. മറ്റേ ഇപ്പോൾ ADMKയും DMKയും കൂടെ കൂടിയാൽ പോലും അവർക്ക് 111 സീറ്റോ വരുന്നുള്ളൂ. പിന്നെ അവരുടെ മുന്നണിയിൽ എത്ര പേര് ഇവരുടെ കൂടെ പോകാതെ ഇങ്ങോട്ട് പോയി. ഇനിയിപ്പോൾ റിസോർട്ട് രാഷ്ട്രീയമാണ് അവിടെ വരാൻ പോകുന്നത്. സ്വാഭാവികം മാത്രം. ഇതിനിടയ്ക്കൂടെ BJP ഭരണം പിടിക്കുമെന്ന് നോക്കിയാൽ മതി. ഒരു MLA ഉള്ളൂ.